പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോർ ഇംഗ്ലീഷ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സുമ ബ്രോക്ക് ദ ഗ്ലാസ്. ഇവിടെ ആൻസർ വരുന്ന ഡിഡിൻ്റെ ഷെയാണ്. അതായത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ഓക്സിലറി വെർബ് ഇല്ലാതെ വരുമ്പോൾ അവിടെ നമ്മൾ ടാഗിൽ ഡിഡ് യൂസ് ചെയ്യുന്നു. ഇവിടെ എന്ന് വെച്ചാൽ പോസിറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആയതിനാൽ നമ്മൾ ടാഗിൻ്റെ കൂടെ നെഗറ്റീവ്, അപ്പോൾ ഡിഡ് ഇൻഡ് ഷീ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഡാഷ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ഇവിടെ ആൻസർ വരുന്നതെന്ന് വെച്ചാൽ ആറാണ് വരുന്നത്. അതായത് ആൻഡ് ഉപയോഗിച്ച് ഏകവചനത്തിലുള്ള രണ്ട് നാമങ്ങളെ യോജിപ്പിക്കുമ്പോൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കറക്റ്റ് ദ സ്പെല്ലിംഗ് ഓഫ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഇവിടെ ലേസിനെസ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. ലേസിനെസ് മീൻസ് മടി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾസ് ഇൻ ഡാഷ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡിസപ്പിയർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റി പ്ലേസ് ഡാഷ് റൂൾ ഇൻ എ ഫിലിം. ഇവിടെ എന്ന് വെച്ചാൽ ആൻസർ ഡ്യുവൽ എന്ന്, അതായത് ഡബിൾ എന്നാണ് ഡ്യുവലിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ആൻറ്റോണിം ഓഫ് ഡെസ്ക്. ഡെസ്കിൻ്റെ ആൻറ്റോണിം മീൻസ് ഡൗൺ ആണ്. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്. ഡ്രേക്കിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ഡക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻ എയ്റോപ്ലെയിൻ. ഇവിടെ എന്ന് പറയുന്നത് ആൻസർ വരുന്നത് ബൈ ആണ്. അടുത്തത്, രമേശ് സേ എ ഈഗിൾ ഇൻ ദ സൂ. ഇവിടെ ആൻസർ വരുന്നത് ആനാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ എ പാസീവ് വോയിസ്. കമല ലവ്സ് മിനി. ഇവിടെ ആൻസർ വരുന്നത് മിനി ഈസ് ലവ്ഡ് ബൈ കമല. മിനി ഈസ് ലവ്ഡ് ബൈ, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു വാക്യം പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ നമ്മൾ ഈസ് or ആർ പ്ലസ് V3 ഉപയോഗിക്കുന്നു. ഇവിടെ അങ്ങനെ എഴുതുമ്പോൾ ഒബ്ജക്റ്റീവ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്, ഇങ്ങനെയാണ് പാസീവ് വോയിസിൽ എഴുതുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് മിനി ഈസ് ലവ്ഡ് ബൈ കമല.